രാസവളങ്ങളുടെ നിരന്തരവും അശാസ്ത്രീയവുമായ ഉപയോഗം മൂലം മണ്ണിന്റെ ഘടന ആകെപ്പാടെ താറുമാറായിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. ജീവാമൃതം എന്ന ജൈവ വളക്കൂട്ട് ഉപയോഗിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നത്. അനേകം സൂക്ഷ്മാണുക്കൾ അടങ്ങിയ ജീവാമൃതത്തിലെ പ്രധാന കൂട്ട് നാടൻ പശുവിന്റെ ചാണകമാണ്. ഇവ നമുക്ക് ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും തയ്യാറാക്കാവുന്നതാണ്. ദ്രാവക രൂപത്തിൽ 1 ഏക്കറിലേക്ക് ആവശ്യമായ ജീവാമൃതം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി 200 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് ഡ്രം എടുത്ത് അതിൽ 200 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് 10 കിലോ നാടൻ പശുവിന്റെ ചാണകവും 10 ലിറ്റർ ഗോമൂത്രവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം 1 കിലോ കറുത്ത ശർക്കരയും 1 കിലോ പയറുപൊടിയും 1 പിടി മണ്ണും ചേർത്ത് ഘടികാര ദിശയിൽ നന്നായി യോജിപ്പിച്ച ശേഷം ചണച്ചാക്ക് ഉപയോഗിച്ച് മൂടി തണലിൽ സൂക്ഷിക്കുക. തുടർച്ചയായി 4 ദിവസം ഘടികാര ദിശയിൽ രാവിലെയും വൈകുന്നേരവും ഇളക്കി യോജിപ്പിച്ച ശേഷം 5-ാം ദിവസം മുതൽ ഉപയോഗിച്ചു തുടങ്ങാവുന്ന ഈ മിശ്രിതം 15 ദിവസം വരെ വിളകളിൽ ജലസേചനത്തോടൊപ്പമോ മണ്ണിലോ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഖരരൂപത്തിലുള്ള ജീവാമൃതത്തിനായി 100 കിലോ ചാണകവും ഓരോ കിലോ വീതം പയറുപൊടിയും ശർക്കരയും 1 പിടി മണ്ണും എടുത്ത് ഗോമൂത്രത്തിൽ യോജിപ്പിച്ച് 7 ദിവസം തണലിൽ ഉണക്കിയെടുത്ത ശേഷം ചണച്ചാക്കിൽ 6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. 1 ഏക്കർ കൃഷിസ്ഥലത്തേക്ക് 100 മുതൽ 400 കിലോ വരെ ഖരജീവാമൃതമാണ് നൽകുക. ജീവാമൃതം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ചെമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ജീവാമൃതം തണലിൽ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ഘടികാര ദിശയിൽ തന്നെ മിശ്രിതം ഇളക്കി യോജിപ്പിക്കുക. ക്ലോറിൻ അടങ്ങിയ വെള്ളം ഉപയോഗിക്കാതിരിക്കുക. രാസവള പ്രയോഗം നടത്താത്ത മണ്ണ് എടുക്കുക. പയറുവർഗപ്പൊടി എടുക്കുമ്പോൾ സോയാബീനും നിലക്കടലയും ഒഴിവാക്കുക. ജീവാമൃതം തളിക്കുന്ന വിളകളിൽ സാധാരണയായി കീടങ്ങളും രോഗങ്ങളും ആക്രമിക്കാറില്ല. ജീവാമൃതം മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിരയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തെ പരിപോഷിപ്പിക്കുന്നതുവഴി ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ വേരുപടലത്തിനടുത്തെത്തിക്കുന്നു. മാത്രമല്ല, മണ്ണ് കൂടുതൽ മൃദുവാകും. ഇത് വേരോട്ടത്തിനെയും വായു സഞ്ചാരത്തിനെയും എളുപ്പമാക്കുന്നു.